Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പെരളനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തുകഴിയുമ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കണം. മസാലയ്ക്ക് വേണ്ടത് ഒരു വലിയ പീസ് ഇഞ്ചിയാണ്. ഇതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ കുരുമുളക്, 1 തുടം വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇതൊരു 20 വെളുത്തുള്ളി ഉണ്ട്. പിന്നെ 10 ചെറിയ ഉള്ളി. അപ്പം ഇത്രയും സാധനങ്ങളൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കലയിലിട്ട് ചതച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കലയിലിട്ട് ചതച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇത് വെള്ളം ഒഴിക്കാണ്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. നല്ല ഒരുപാട് ഫൈനായിട്ടൊന്നും അറിയൊന്നും വേണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയേച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് ചതച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്, കണ്ടോ? ഇത് കണക്ക് നമ്മൾ കല്ലിലൊക്കെ ഇട്ട് ചതയ്ക്കുന്ന പോലെ തന്നെയാണ് ചതച്ചെടുത്തേക്കുന്നത്. വെള്ളമൊന്നും ഇല്ലാണ്ടാണ് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ചിക്കനിലേക്ക് പുരട്ടാം. ഒരു വലിയ പാത്രത്തിലേക്ക് ഈ ചതച്ച് വെച്ചേക്കുന്നത് ഇടുക. ഇതിലേക്ക് ഒരു കറിവേപ്പില, അതൊന്ന് ഞെരിടി ഇടാം. ഞെരിടി ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മണമൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഞെരിടി ഇടുമ്പോൾ, അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് കറിവേപ്പിലേക്ക് നല്ല ഫ്ലേവർ ഇറങ്ങി വരും. ഈ കറിവേപ്പിലയുടെ തണ്ടൊന്നും കളയൊന്നും വേണ്ടിട്ട, അതും കൂടി ഇടാം അതിൻ്റെ അകത്ത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഗരം മസാല ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടാവത്തില്ല. അപ്പോൾ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തേച്ചാൽ മതി. അപ്പോൾ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ടിട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്തേച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചേക്കുന്നതല്ലേ, പിന്നെ ചിക്കൻ്റെ അകത്തും കുറച്ച് വെള്ളമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളം മതി ഇതിന്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഈ ചിക്കനിലേക്കൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പുരണ്ട് വരണം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പുരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നമുക്കിത് എടുത്തിട്ട് ഉണ്ടാക്കാം. അപ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ നല്ല ചിക്കനിൽ നന്നായിട്ട് പിടിക്കും. ഇനി ഇതിലേക്ക് വേണ്ടത് 2 വലിയ സവാളയാണ്. അപ്പോൾ ഇത് നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. സവാള നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ കനം കുറച്ച് വേണം അരിയാനായിട്ട്. അപ്പോൾ നമുക്കത് ഒന്ന് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ പെരളനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് അധികം വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇതൊരു ഡ്രൈ ഐറ്റം അല്ലേ, അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ എണ്ണയൊന്ന് ചൂടായിട്ട് വരണം. ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവ പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ പട്ട, 2 ഏലക്ക, ഒരു 4 ഗ്രാമ്പൂ, ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ സ്പൈസസ് ഒക്കെ ചേർക്കുക. ഇനി അതിലേക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. സവാളയിൽ പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ മൂത്ത് വരും. സവാള നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായി തുടങ്ങി.
ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. അത് 3 വലിയ തക്കാളിയാണ്. ഇത് ചെറുതായിട്ട് അരിഞ്ഞേക്കുക. അപ്പോൾ അത് ചേർക്കാം. അപ്പോൾ ഇങ്ങനത്തെ കറിയിൽ തക്കാളിയൊക്കെ ഒരുപാട് ചേർക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല 3 വലിയ തക്കാളിയാണ് ഇട്ടിരിക്കുന്നതിൻ്റെ. ഈ തക്കാളി നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞു വരണം. എന്നിട്ട് ഞാനിത് അടച്ചു വെക്കുക. ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. തുറന്ന് നോക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പൊടികൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചേർക്കുന്നത് ഈ സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടികളാട്ടോ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് സാധാ മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇതിൽ കുരുമുളക് പൊടി ഒരുപാട് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളകാണ്. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇങ്ങനത്തെ ചട്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ നന്നായിട്ട് മൂക്കും. എന്താ വെച്ചാൽ ഇത് ഭയങ്കര ചൂടാണല്ലോ ഇങ്ങനത്തെ ചീനച്ചട്ടിക്ക്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്ക് തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം മാത്രമേ പൊടികൾ ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചട്ടിയുടെ സൈഡിലൊക്കെ കണ്ടില്ലേ എണ്ണ തെളിഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് പൊടികൾ മൂത്തു എന്നാണ്. അപ്പോൾ പൊടി മൂക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ എണ്ണ തെളിഞ്ഞു വരും നന്നായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കറിയിലൊക്കെ കറിവേപ്പില എത്ര കിടക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ഇനി ഇതിനകത്തേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മസാലകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇത് ചിക്കനിലേക്ക് നന്നായിട്ട് പെരണ്ട് വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കാം. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുകയൊന്നും ചെയ്യരുത്. സ്റ്റൗ ഇനി ലോ ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ ആ ലോ ഫ്ലെയിമിൽ കിടക്കുമ്പോഴത്തേക്ക് ആ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരും. ആ വെള്ളം കൊണ്ട് വേണം ഈ ചിക്കൻ ഒന്ന് വെന്ത് വരാനായിട്ട്. പിന്നെ പെരലൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിത് ഒരു ഡ്രൈ, അധികം ഗ്രേവി ഒന്നും ഇല്ലാത്ത ഒരു പെരണ്ടിരിക്കുന്ന ഒരു പരുവമാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളമൊക്കെ ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ അതിന് വെള്ളമൊന്നും ഒഴിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇനി ഇത് ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കുവേ. അപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്നിട്ടൊന്ന് വേഗട്ടെ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എന്തോരം വെള്ളം നോക്കും ഇതിൻ്റെ അകത്ത്. അപ്പം ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇതുപോലെ ഈ വെള്ളം വെച്ച് തന്നെ ചിക്കൻ വേകുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റാണോ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം വെച്ച് തന്നെ ചിക്കൻ വേകുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാവുന്നൂടെ. ഇതൊന്ന് അടച്ചു വെക്കാവുന്നതും കൂടെ. ഇപ്പോൾ ഈ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു പെരണ്ട പരുവമായിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ അതിൻ്റെ അകത്ത് എണ്ണയാണ്. അപ്പോൾ ആ ചിക്കൻ്റെ അകത്ത് നെയ്യ് ഉണ്ടായിരുന്നു. ആ നെയ്യൊക്കെ ഉരുകി നന്നായിട്ട് ഇറങ്ങിക്കുന്ന. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർക്കാം. പിന്നെ 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. അപ്പം ഇതിനകത്തൊക്കെ കറിവേപ്പില എത്ര കിടക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം. ഈ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ ചിക്കൻ പെരലൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പം, പുട്ട്, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്